തരും എന്ന വിശ്വാസത്തിൽ ഞങ്ങൾ ആരംഭിക്കുകയാണ്. നാടകരചനയും സംവിധാനവും ഗാനങ്ങളും ശ്രീ A.T. മുഹമ്മദ്, പാടിയതും ചിട്ടപ്പെടുത്തിയതും ശ്രീ C.A. അബൂബക്കറും ശ്രീ A.T. സയ്യിദും ചേർന്ന്. അവതരണം കരിങ്ക തിയേറ്റേഴ്സ്, കോഴിക്കോട്. ഇത് ഭൂമിയാണ്. ഞാനൊരു പാപ്പയായിരിക്കും. പടച്ചിറപ്പില്ലാതെ തമ്പുരാനെ, ഞാനിതൊരു പാപ്പയായിരിക്കും. എന്റെ ഈ മണിമാലയ്ക്ക്, ഈ കാണുന്ന അളവറ്റ സമ്പത്തിന് ഒരവകാശി എന്റെ മകൻ. ഞാനവനെ രാജകുമാരനെ പോലെ വളർത്തും. ഉയരത്തോട് വാഴ എന്റെ കരളിന്റെ കല്ലിനെ. ഓ ചെല്ലേ ചെല്ലാൻ. എന്താ കാര്യം? അങ്ങ് കൂടിക്കരുത്. പറഞ്ഞു തുലയ്ക്കണ. എന്താണ് കാര്യം? എന്റെ മുന്നെന്തെങ്കിലും? അങ്ങ് വിഷമിക്കരുത്. അങ്ങേക്ക് ജനിച്ചിരിക്കുന്നത് ആൺകുഞ്ഞല്ല, പിന്നെ പെൺകുഞ്ഞ. ചോദിച്ചു ഞാൻ എന്തായിരിക്കണം? അയ്യോ, എന്റെ സർവ ഐശ്വര്യങ്ങൾക്കും സുഖത്തിനും സമ്പത്തിനും ഒരവകാശമില്ല. എനിക്കൊരാൺകുഞ്ഞ് ജനിച്ചില്ലെന്നോ? നമ്മളെല്ലാം കൃത്യമായി വിളിക്കാൻ ഞാനൊരു തീരുമാനമെടുത്തു. എന്റെ പാരമ്പര്യം നിലനിർത്താൻ, എന്റെ സമ്പത്തിന് അവകാശിയാകാൻ ഈ പെൺകുട്ടിക്ക് കഴിയില്ല. അതുകൊണ്ട് ഈ പെൺകുഞ്ഞിനെ ജീവിച്ചിരിക്കാൻ പാടില്ല. എനിക്ക് വേണ്ട. ഇതിനെ ജീവനോടെ കുഴിച്ചു മൂടണം. അരുത്. അല്ലാഹുവിന്റെ റസൂൽ, നമ്മുടെ മുത്തുനബിയുമായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യയുമായിരുന്ന ഖദീജ ബീവി ആരായിരുന്നു എന്ന് അങ്ങേക്കറിയാമോ? പാരമ്പര്യമായും സാമ്പത്തികമായും ഉന്നത സ്ഥായിലുള്ള ഒരു വലിയ കുടുംബത്തിൽ ജനിച്ച നാരീരത്നമായിരുന്നു അവർ. നമ്മുടെ റസൂലിനെ വിവാഹം ചെയ്യുന്ന സമയത്ത് ഖദീജ ബീവിയുടെ വലിയ കുടുംബത്തിന്റെ അളവറ്റ സമ്പത്തും കച്ചവടവും മറ്റു സാമ്പത്തിക കാര്യങ്ങളും എല്ലാം നോക്കി നടത്തിയിരുന്നത് ധീരവനിതയായിരുന്ന ഈ ഖദീജ ബീവി തന്നെയായിരുന്നു. അത് ചരിത്രം. അതേ മുന്നേ മാനവരാശിയുടെ നന്മയ്ക്ക് വേണ്ടിയാണ് ചില ചരിത്രങ്ങളായി തന്നെ നിലകൊള്ളുന്നത്. അതുകൊണ്ട് ഈ പെൺകുഞ്ഞിനെ ജനിപ്പിച്ചത് അള്ളാഹുവാണെങ്കിൽ ഈ കുഞ്ഞിനെ മരിപ്പിക്കുന്നതും അള്ളാഹു തന്നെ. അവന് മാത്രമാണ് അതിന്റെ അവകാശം. നിങ്ങൾ ഇപ്പോഴും ക്രൂരത ചെയ്യുകയാണെങ്കിൽ അത് നമ്മുടെ സമുദായം അറിഞ്ഞാൽ സമുദായത്തിന്റെ സമാധാനം നിലനിൽക്കുമെന്ന് അങ്ങേക്ക് തോന്നുന്നുണ്ടോ? മാനവ സമുദായത്തിൽ സമാധാന സമത്വം നിലനിൽക്കണം. അതുകൊണ്ട് ഈ ലോകത്ത് ഈ പെൺകുസുമം സൂര്യശോഭയോടെ കുത്തിയിരിക്കട്ടെ. ഇവളുടെ ഈ അഴകുള്ള മുഖം കാട്ടി നാളുന്ന ഈ ദുനിയാവിൽ ഇവളും ആത്മഹത്യ നടത്തി. ഗതികളുടെയും മനുഷ്യന്റെ മനസ്സുണരാൻ 1000 വിളക്കുകൾ തെളിയട്ടെ വിളക്കുകൾ. വീരക്കൂകൾ താമസിന്റെ തല വെട്ടി എതികെട്ട മനുഷ്യന്റെ മനസ്സുകൾ ഉണരട്ടെ. വിളക്കുകൾ തെളിയട്ടെ, മനസ്സുകൾ ഉണരട്ടെ. അല്ലാഹ് ഇല്ലല്ലാഹു അല്ലാഹ്
ചൊരിയട്ടെ യാ അല്ലാ കരുണണം വിതരട്ടെ യാ അല്ലാ അല്ലാ ഇല്ലല്ലാഹു അല്ലാ അല്ലാഹു യാ നബി യാ റസൂലുള്ളാഹ് അല്ലാഹു യാ നബി യാ റസൂലുള്ളാഹ് ജയിക്കട്ടെ ദുനിയാവിൽ മനുഷ്യത്വം കോടി നാട്ടി സഹായ സമാധാന സമരത്വം പുലരട്ടെ ജയിക്കട്ടെ ദുനിയാവിൽ മനുഷ്യത്വം കോടി നാട്ടി സഹായ സമാധാന സമരത്വം പുലരട്ടെ മനുഷ്യത്വം ജയിക്കട്ടെ യാ അല്ലാഹ് സമരത്വം പുലരട്ടെ യാ അല്ലാഹ് അല്ലാ ഇല്ലല്ലാഹു അല്ലാഹ് അല്ലാഹു യാ നബി യാ റസൂലുള്ളാഹ് അല്ലാഹു യാ നബി യാ റസൂലുള്ളാഹ് ആഴത്തെ ഭൂമി മറന്ന് മാനത്ത് കോട്ടകൾ കെട്ടി ജീവിക്കും ജീവിത തത്വം മണ്ണിലടിയട്ടെ താഴത്തെ ഭൂമി മറന്ന് മാനത്ത് കോട്ടകൾ കെട്ടി ജീവിക്കും ജീവിത തത്വം മണ്ണിലടിയട്ടെ ഇത് ഭൂമിയാണ് യാ അല്ലാഹ് ഇത് ഭൂമിയാണ് യാ അല്ലാഹ് അല്ലാ ഇല്ലല്ലാഹു അല്ലാഹ് അല്ലാഹു യാ നബി യാ റസൂലുള്ളാഹ് അല്ലാഹു യാ നബി യാ റസൂലുള്ളാഹ് ഇത് ഭൂമിയാണ് യാ അല്ലാഹ് ഇത് ഭൂമിയാണ് യാ അല്ലാഹ് ഇത് ഭൂമിയാണ് യാ അല്ലാഹ് മ്യൂസിക് ഡാൻസ് ഫ്യൂഷനിൽ VKC ടീം ഗ്രീനിന്റെ ഡ്രാമ പെർഫോമൻസ് ആയിരുന്നു നമ്മൾ ആസ്വദിച്ചത്. ഇതിൽ നല്ലൊരു പെർഫോമൻസ് തന്നെയായിരുന്നു. ഒരു തീം നിങ്ങളൊരു ലെസൺ അങ്ങനെയൊക്കെ നിങ്ങൾ പ്രസന്റ് ചെയ്ത ഈ ഒരു പെർഫോമൻസിലൂടെ എന്തായാലും കൂടുതൽ കമന്റ്സ് നമുക്ക് ജഡ്ജസ് ചോദിക്കാം അല്ലേ? അസ്ലം ജി greeting our theme on you should never discourage the girls baby. Girls are the main, always select motherland, mother tongue, main lady on. So definitely you should not have any problem. Nalla theme and Saleh, Bashir, Rafi, Liji, Nasiba, ella nannayittu paadi nanna feel undaayirunnu. Nalla all the best, nalla message aanu, all the best. Thank you. Thank you Aslam ji. ഗ്രീൻ ടീം നന്നായിരുന്നു. Thank you. ഞാൻ ആദ്യം സോങ്ങിലോട്ട് പോവാം. നല്ല എനർജിയോടുകൂടി തന്നെയാണ് 5 പേരും പാടിയത്. Thank you. നിങ്ങളുടെ ബോയ്സിന്റെ സെക്ഷൻ ആയാലും ഗേൾസ് ആയാലും നല്ല നമ്മളിപ്പോ ഒരു ഗ്രൂപ്പ് മ്യൂസിക് കോമ്പറ്റീഷൻ ഒക്കെ പോയാൽ എങ്ങനെ ഉണ്ടാവും? എല്ലാവരും ഒരുപോലെ ആ ഒരു സ്പിരിറ്റോടുകൂടി നല്ല എനർജി ആയിരുന്നു തുടക്കം മുതൽ അവസാനം വരെ തന്നെ. പിന്നെ ഞാൻ ഈ ഡ്രാമയെ കുറിച്ച് ശരിക്ക് അവതരണം നന്നായിരുന്നു. പിന്നെ റിയാസിന്റെ കൊറിയോഗ്രാഫി നന്നായിരുന്നു. കാരണം ഒരുപാട് മെസ്സേജ്, നല്ല നല്ല മെസ്സേജ് ഗ്രീൻ ടീം ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. കാരണം ഫസ്റ്റ് തന്നെ ഒരു സ്ത്രീധനത്തിന്റെ ഒരു മെസ്സേജ് ഒരു ലിജിയും നസീബയോടെ പാടിയ ഒരു പാട്ട്. അതുപോലെ തന്നെ ഒരു കാലഘട്ടത്തിൽ പെൺകുട്ടികൾ ജനിച്ചാൽ കൊല്ലും, അങ്ങനെ ഒരു സമയം ഉണ്ടായിരുന്നു. അപ്പൊ ആ ഒരു ടീം തന്നെ നല്ല രീതിയിൽ അതിവിടെ റിയാസ് ചെയ്തു. വെരി ഗുഡ്, കീപ് ഇറ്റ്. താങ്ക് യു റഹ്മത്ത. രശ്മി മാം. ടീം ഗ്രീൻ നല്ലൊരു മെസ്സേജ് ആണ്, ഒരു പെർഫോമൻസ് ആയിരുന്നു. നിങ്ങൾ പാടിയത് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. നല്ലൊരു ഫുൾ ഇമോഷനും ഒരു ആവേശം ഉണ്ടായിരുന്നു ആ സോങ്ങില്. പക്ഷേ ഡാൻസില് കുറച്ചുകൂടെ ആവേശം ഉണ്ടാവണം, അത് മാത്രം കുറച്ച് സ്ലാഗ് ആയി പോയി. പക്ഷെ നിങ്ങൾ കൊണ്ടുവന്ന മെസ്സേജ് ആൻഡ് കോൺസെപ്റ്റ് ഇസ് എ വെരി ഗുഡ് കോൺസെപ്റ്റ്. സോ എനിക്ക് വളരെ സന്തോഷം നിങ്ങൾ ഇതുപോലത്തെ കോൺസെപ്റ്റും ഒരു നല്ല സ്ട്രോങ് മെസ്സേജ് എല്ലാവർക്കും കൊടുക്കുന്നത്. എനിക്ക് വളരെ സന്തോഷം. കീപ് ഇറ്റ് അപ്പ്. ഇതുപോലെ ഇന്നും എനിക്ക് കാണാൻ ഞങ്ങൾക്ക് ആഗ്രഹമുണ്ട്. ഓക്കെ, താങ്ക് യു. Thank you all judges. Is there a concept?
ഇന്ന് ജഡ്ജസ് അവരുടെ കർത്തവ്യത്തിലേക്ക് കടക്കുകയാണ്. മാർക്കിംഗ് സ്കീം. ടീം ഗ്രീനിന്റെ ഒരു സെന്റിമെന്റൽ പെർഫോമൻസ് വേണ്ട എല്ലാവരും സെന്റ് ചെയ്തിരിക്കുകയായിരിക്കും അല്ലെ? നോ പ്രോബ്ലം. നിങ്ങൾ എല്ലാവരെയും ഒന്ന് എന്റർടൈൻ ചെയ്യാനായി ഒരു മെലോഡിയസ് പെർഫോമൻസുമായി അടുത്ത ടീം ഇവിടെ റെഡി ആയി കഴിഞ്ഞു. ലെറ്റ്സ്